ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പോർട്ട്ഫോളിയോ റിട്ടേൺ ആൻഡ് പോർട്ട്ഫോളിയോ റിസ്ക് ഇൻ റിലേഷൻ ടു സിംഗിൾ ഇൻഡെക്സ് മോഡൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഇൻഡെക്സ് മോഡലിനെ കുറിച്ച് പഠിച്ചു അല്ലേ. വില്യം ഷാർപ്പെ കൊണ്ടുവന്നിട്ടുള്ള സിംഗിൾ ഇൻഡെക്സ് മോഡൽ അനുസരിച്ച് സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, സെക്യൂരിറ്റീസിൻ്റെ വേരിയൻസ് അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഓക്കെ, അപ്പോൾ അത് പോർട്ട്ഫോളിയോയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നിലധികം വരുന്ന സെക്യൂരിറ്റീസ് ഉൾപ്പെടുന്ന ഒരു പോർട്ട്ഫോളിയോയിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസ്ക് ആൻഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. സോ കാൽക്കുലേഷൻ ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ, പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ based on single index model. Okay, so portfolio return and risk for all possible portfolios can be constructed with a given set of securities. ഇപ്പോൾ single index model വില്യം ഷാർപ്പെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ തന്നെ അല്ലേ എന്തായിരുന്നു? ദാറ്റ് ഈസ് മാർക്കോവിറ്റ്സിൻ്റെ മോഡലുള്ള ലിമിറ്റേഷൻ അല്ലേ. കോവേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന വേരിയൻസ് ആൻഡ് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോംപ്ലിക്കേഷൻസ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിൽ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എനി നമ്പർ ഓഫ് പോർട്ട്ഫോളിയോസ്, ഓൾ പോസിബിലിറ്റീസ് ക്ലിയർ, എത്ര നമ്മൾ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസ്ക് ആൻഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ. സോ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. Clear. So what is the return of a portfolio? So return of portfolio എന്ന് അറിയാൻ വേണ്ടി, expected return of portfolio എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? R, clear, P, clear. So return ആണത്. mean return എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? bar ചെയ്യുന്നു. Clear. So that is RP bar. Clear. So return of portfolio, mean return of portfolio is equal to, clear, this is alpha. Clear. So alpha P means portfolio alpha. ക്ലിയർ. ഇതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പറയാം. ക്ലിയർ. ആൽഫ വാല്യൂ പ്ലസ് ബീറ്റ, ക്ലിയർ, ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ ഇൻറ്റു RM bar. Clear. That is return of market. Clear. Mean return of market. Clear. So return of portfolio, expected return of portfolio or mean return of portfolio is equal to alpha of portfolio plus beta of portfolio into റിട്ടേൺ ഓഫ് മാർക്കറ്റ്, മീൻ റിട്ടേൺ ഓഫ് മാർക്കറ്റ്. ക്ലിയർ. അപ്പോൾ ഈ ഫോമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ക്ലിയർ. സോ ഇവിടെ തന്നിരിക്കുന്ന 3 കമ്പോണൻ്റ് ആണ് അല്ലേ. ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, മാർക്കറ്റ് റിട്ടേൺ ഉണ്ട്. ക്ലിയർ. ആൽഫ നമുക്ക് വേറെ കണ്ടുപിടിക്കണം, ബീറ്റ നമുക്ക് വേറെ കണ്ടുപിടിക്കണം, പിന്നെയോ പോർട്ട്ഫോളിയോ ആൽഫ ആയതുകൊണ്ട് വേറെ കണ്ടുപിടിക്കണം, പോർട്ട്ഫോളിയോ ബീറ്റ ആയതുകൊണ്ട് വേറെ കണ്ടുപിടിക്കണം, പിന്നെയോ റിട്ടേൺ ഓഫ് മാർക്കറ്റ്. നോർമലി ദിസ് വിൽ ബി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ക്ലിയർ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് റിട്ടേൺ, അപ്പോൾ ഇൻഡെക്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ആണല്ലേ, അതുകൊണ്ട് ഇൻഡെക്സിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കും RM ആയിട്ട് തരിക. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലത്തിൽ മിക്കവാറും അത് തരും. ഓക്കെ, അപ്പോൾ ബാക്കി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇത് 2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സോ ദ പോർട്ട്ഫോളിയോ ആൽഫ ഈസ് the weighted average of a specific returns of individual securities, and this can be calculated as follows. Clear. So what is, how we can calculate portfolio alpha? So that is equal to summation of W. Clear. That is WI means individual stock in the weight അല്ലെങ്കിൽ proportion into, clear, alpha of individual securities, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ ആൽഫ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെയും ആൽഫ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഇൻഡിവിജ്വൽ പ്രൊപ്പോർഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ എത്ര സെക്യൂരിറ്റീസ് ആണോ ഒരു പോർട്ട്ഫോളിയോയിൽ അതിനെല്ലാം കൂടെ ക്ലിയർ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ സമ്മേഷൻ ഈസ് ദി പോർട്ട്ഫോളിയോ ആൽഫ. സോ WI സ്റ്റാൻഡ്സ് ഫോർ proportion of investment in individual security, and alpha P is specific return of individual security. Clear. That is alpha. Clear. So alpha of individual security or specific return of individual security. Okay, അപ്പോൾ ഇതിൻ്റെ സമ്മേഷൻ ആണ് എന്ത് പറയുന്നത്? പോർട്ട്ഫോളിയോ ആൽഫ എന്നുകൊണ്ട് മീൻ ചെയ്ത്. ക്ലിയർ. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് വൺ ഈസ് പോർട്ട്ഫോളിയോ ബീറ്റ. ക്ലിയർ. സോ portfolio beta is the weighted average beta coefficient of the individual securities. Clear. മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് വരാവുന്ന. ക്ലിയർ.
ഒരു സെക്യൂരിറ്റിക്ക് മാർക്കറ്റിൻ്റെ റിസ്ക്കുമായി അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതിൻ്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ബീറ്റ, അല്ലേ? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയും. അപ്പോൾ ആ സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റയുടെ കോയിഫിഷ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിനെ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ബീറ്റ അണ്ടർ കോറിലേഷൻ മെത്തേഡ് അല്ലെങ്കിൽ റിഗ്രഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്ന ബീറ്റ വാല്യൂസിനെ ക്ലിയർ അതിൻ്റെ പ്രപ്പോർഷൻ ഓരോ സെക്യൂരിറ്റീസിനെയും പ്രപ്പോർഷൻ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ എന്താ പറയുക, പോർട്ട്ഫോളിയോ ബീറ്റ. സോ പോർട്ട്ഫോളിയോ ബീറ്റ ക്ലിയർ ഈസ് കാൽക്കുലേറ്റഡ് ആസ് സമ്മേഷൻ ഓഫ് WI, that is proportion into beta of individual stock. Clear? Individual beta into individual proportion. അങ്ങനെ എല്ലാത്തിനെയും സമ്മേഷൻ എടുക്കുന്ന സമയത്ത് എന്താവും, അത് പോർട്ട്ഫോളിയോ ബീറ്റ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ നോട്ടേഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ക്ലിയർ? That is WI stands for proportion of individual investment in individual security and beta I, that is equal to beta coefficient of individual security. ഈ രീതിയിൽ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? സോ മൂന്നാമത്തെ വേരിയബിൾ എന്താ? സോ തേർഡ് വേരിയബിൾ നമുക്കറിയാം, അല്ലേ? ദാറ്റ് ഈസ് മാർക്കറ്റ് റിട്ടേൺ. അപ്പോൾ മാർക്കറ്റ് റിട്ടേൺ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? റേറ്റ് ഓഫ് ചേഞ്ച് ഒരു പീരീഡിൽ നിന്നും മറ്റൊരു പീരീഡിൽ ഇൻഡെക്സ് എത്ര മാറിയിട്ടുണ്ട് എന്ന് നോക്കി അതിൻ്റെ ഡിഫറൻസ് കണ്ട് ക്ലിയർ അതിനെ ബേസ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നമുക്ക് റിട്ടേൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മാർക്കറ്റ് റിട്ടേൺ അല്ലെങ്കിൽ ഇൻഡെക്സ് റിട്ടേൺ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇനി പോർട്ട്ഫോളിയോ റിസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സോ ബൈ യൂസിങ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ. അപ്പോൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമുലയാണ് നമ്മൾ ഇത്രയും നോക്കിയത്. ക്ലിയർ? സോ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് പോർട്ട്ഫോളിയോ റിസ്ക്? ക്ലിയർ? സോ റിസ്ക് അല്ലെങ്കിൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോർട്ട്ഫോളിയോ വേരിയൻസ്. ക്ലിയർ? സോ ദ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഈസ് മെഷേർഡ് as the variance of the portfolio return. Clear? Portfolio returns vary ചെയ്യാനുള്ള അതിൻ്റെ വേരിയൻസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ആ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ക്ലിയർ? സോ ദ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഈസ് സിംപ്ലി ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് പ്ലസ് weighted average of specific risk of individual securities in the portfolio. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ വരിക. ഒന്ന്, ഈ റിസ്ക് എന്ന് പറയുന്നത് എന്താ, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കിൻ്റെ വെയ്റ്റഡ് ആവറേജും അതുപോലെ തന്നെ മാർക്കറ്റ് റിലേറ്റഡ് അല്ലാതെ വരുന്ന സ്പെസിഫിക് ആയിട്ട് വരുന്ന ഫേം സ്പെസിഫിക് ആയിട്ട് വരുന്ന ഓരോ ഫേമിൻ്റെയും സ്പെസിഫിക് ആയിട്ട് വരുന്ന റിസ്കിൻ്റെ ക്ലിയർ വെയ്റ്റഡ് ആവറേജ്. ക്ലിയർ? അപ്പോൾ ഇതിന് തമ്മിലുള്ള സമ്മേഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അഡീഷൻ ആയിട്ടാണ് ടോട്ടൽ റിസ്കിന് നമ്മൾ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ മെഷർ ചെയ്യുന്നത്. സോ ദെർഫോർ പോർട്ട്ഫോളിയോ റിസ്ക് അണ്ടർ സിംഗിൾ ഇൻഡെക്സ് മോഡൽ മേ ബി കാൽക്കുലേറ്റഡ് ആസ് ക്ലിയർ ഫോളോസ്. എൻ്റെ ഫോമുല നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അല്ലേ? ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ, ദാറ്റ് ഈസ് സിഗ്മ പി സ്ക്വയർ. ക്ലിയർ? പി എന്നത് സബ്സ്ക്രിപ്റ്റ് ആണ് കേട്ടോ, അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ എന്ന് അറിയാം. ക്ലിയർ? സോ സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ. ക്ലിയർ? ബി സ്ക്വയർ. ക്ലിയർ? ഇൻ ദാറ്റ് ഈസ് ഏതിൻ്റെയാണ് ബീറ്റ? പോർട്ട്ഫോളിയോ ബീറ്റ എന്നറിയാൻ വേണ്ടി ബി പി സ്ക്വയർ. ക്ലിയർ? ഇൻറ്റു ക്ലിയർ ദെൻ മാർക്കറ്റ് റിട്ടേണിൻ്റെ വേരിയൻസ്. ക്ലിയർ? സോ വേരിയൻസ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ. ക്ലിയർ? സിഗ്മ എം സ്ക്വയർ. ക്ലിയർ? പ്ലസ് ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലുള്ള ഡാറ്റ കിട്ടി, മാർക്കറ്റിലുള്ള റിട്ടേണിൻ്റെ വെയ്റ്റഡ് ആവറേജ് കിട്ടും. ക്ലിയർ? പിന്നീട് എന്ത് ചെയ്യണം നമ്മൾ? നെക്സ്റ്റ് വൺ ഈസ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് എന്താ, ഫേം സ്പെസിഫിക് ആയിട്ട് വരാവുന്ന റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ആ റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സമ്മേഷൻ ഓഫ് WI. ക്ലിയർ? സ്ക്വയർ. ക്ലിയർ? വെയ്റ്റിൻ്റെ സ്ക്വയർ എടുക്കുക, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് EI. ക്ലിയർ? സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ നൊട്ടേഷൻ നോക്കാം. സോ വാട്ട് ഈസ് where BP square into sigma m square will give you the systematic part of risk, that is market risk. Clear? അപ്പോൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് നമുക്ക് ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ബീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ കോയിഫിഷ്യൻറ്റ് വാല്യൂ ആണ്. ക്ലിയർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് അതിൻ്റെ വേരിയൻസും ആണ്. ക്ലിയർ? സോ ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെയോ അടുത്ത വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് WI സ്ക്വയർ ഇൻറ്റു ക്ലിയർ സിഗ്മ EI സ്ക്വയർ എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് ഓഫ് വേരിയൻസ് ഓഫ് റെസിഡുവൽ റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി. ക്ലിയർ? ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെയും ക്ലിയർ വെയ്റ്റഡ് ആവറേജ്
ക്ലിയർ ഓഫ് വേരിയൻസ്. അപ്പോൾ വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്ത് വേരിയൻസ് ആണ്? സ്പെസിഫിക് റിട്ടേൺ, ക്ലിയർ, റെസിഡ്യുവൽ റിട്ടേൺ, ഫേം സ്പെസിഫിക് ആയിട്ടുള്ളതാണ്, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നതല്ല. ക്ലിയർ. പിന്നെ മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലാതെ ഒരു ഫേമിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള റെസിഡ്യുവൽ ആയിട്ട് വരുന്ന റിട്ടേൺസിൻ്റെ, ക്ലിയർ. അപ്പോൾ അതിനെയാണ് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ, അതിൽ ഇ എന്ന് പറഞ്ഞു. ക്ലിയർ. അതൊരു എറർ ഫാക്ടർ ആയിട്ടും വരും, അതുകൊണ്ട് നമ്മൾ ഇ എന്ന് പറഞ്ഞു. ക്ലിയർ. അപ്പോൾ അത് ഏതിൻ്റെ എററാണ്? IM. ക്ലിയർ. അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഉണ്ട്, അതുപോലെ മാർക്കറ്റും. ഓക്കെ, EI. ഓക്കെ, ദാറ്റ് ഈസ് എറർ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി മാത്രം. ക്ലിയർ. ഓക്കെ, സോ EI, ദാറ്റ് ഈസ് E stands for error, that is I stands for individual security. Clear. Error factor അല്ലെങ്കിൽ surprise element, clear, return, surprise return element, clear, or extra return element or residual return element, systematic risk അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അല്ലാതെ വരുന്ന റിട്ടേൺ, ക്ലിയർ, അതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ അതിന് കുറേ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെ തമ്മിലെല്ലാം എന്ത് ചെയ്യുന്നു? ആഡപ്പ് ചെയ്യുന്നു. ക്ലിയർ. അങ്ങനെ ആഡപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്താ പറയണത്? നമ്മൾ രണ്ടാമത്തെ പോർഷനായിട്ട് വരിക. ഇതും നേരത്തെ കിട്ടിയിരിക്കുന്ന സിസ്റ്റമാറ്റിക് റിസ്ക് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ വേരിയൻസ് അല്ലെങ്കിൽ ടോട്ടൽ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ഇവിടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അല്ലെ, ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസും വേറെ വേറെ പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതിൻ്റെ റെസിഡ്യുവൽ റിട്ടേണും വേറെ വേറെ ആയിരിക്കും. ക്ലിയർ. അതിൻ്റെ വേരിയൻസും വേറെ വേറെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് വെവ്വേറെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന് എന്ത് ചെയ്യണം? വെയിറ്റ് അല്ലെ, പ്രൊപ്പോർഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി അതിന് എന്ത് ചെയ്യണം? ആഡ് അപ്പ് ചെയ്യണം. ക്ലിയർ. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ദെൻ സോ ദ ഫസ്റ്റ് നമ്മളിത് രണ്ട് നോക്കി അല്ലേ. ദെൻ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് വരാം. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 22. എ പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ഓഫ് 5 securities with the following features. ക്ലിയർ. ഇപ്പോൾ താഴെ പറയുന്ന രീതിയിലാണ് നിങ്ങൾ. ക്ലിയർ. 5 സെക്യൂരിറ്റി അല്ലെങ്കിൽ A to E എന്ന് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി 1, 2, 3, 4 and 5. ക്ലിയർ. ഇറ്റ്സ് ബീറ്റ കോഎഫിഷ്യന്റ് ഈസ് ഗിവൻ ആസ് 1.6.94, 1.4 and 1.3 and 0.7. Clear. So these are all the beta coefficient of each security. Standard deviation of individual security is given as 3, 7, 5, 9, 4. Clear. So these are all individual standard deviation of securities. Clear. In the standard deviation, return deviation ആണെന്ന് പറയാ, standard deviation. Clear. So deviation from the individual stock return. Clear. That is calculated and it is given. Clear. As 3, 7, 5, 9 and 4. Clear. Then proportion of investment is given as 10% for first one, 30%, 20%, 30% and 10% total 100%. Clear. So അതിനെ നമ്മൾ ഡെസിമൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇവിടെ 0.1, 0.3, 0.2, 0.3 and 0.1. Clear. So ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? So if the standard deviation of the market return or market index is 15%, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 15% ആണെങ്കിൽ, ക്ലിയർ. സോ വാട്ട് ഈസ് ദി റിസ്ക് ഓഫ് ദി ടോട്ടൽ പോർട്ട്ഫോളിയോ? ക്ലിയർ. ടോട്ടൽ പോർട്ട്ഫോളിയോന്റെ റിസ്ക് എന്താണ്? സോ വി ആർ ആസ്ക്ഡ് ടു മെഷർ ദി പോർട്ട്ഫോളിയോ റിസ്ക് ഓർ പോർട്ട്ഫോളിയോ വേരിയൻസ് ആൻഡ് ദെർബൈ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ. അപ്പോൾ സിംഗിൾ ഇൻഡെക്സ് മോഡൽ അനുസരിച്ച് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ ഫോർമുല നോക്കിയത്. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പോർട്ട്ഫോളിയോ വേരിയൻസ്? സോ പോർട്ട്ഫോളിയോ വേരിയൻസ് ഈക്വൽ ടു ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ അല്ലേ, ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ സ്ക്വയർ ഇൻറ്റു സിഗ്മ എം സ്ക്വയർ, ദാറ്റ് ഈസ് മാർക്കറ്റ് റിട്ടേൺ വേരിയൻസ്, പ്ലസ് summation of WI square into sigma EI square. Clear. അപ്പോൾ ഇത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പോർഷൻ ആണ്. ഓക്കെ, ഇത്രയും പോർഷൻ എന്താ? റെസിഡ്യുവൽ പോർഷൻ ആണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് എന്ത്? ടോട്ടൽ വേരിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നോക്കുന്നു. ഓക്കെ, സോ ഇതിൽ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ. ക്ലിയർ. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ബീറ്റ പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിട്ടേൺ ആണ്, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ക്ലിയർ. ദെൻ എന്ത് ചെയ്യണം? EI നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരാം, ഓരോ തന്നിരിക്കുന്ന ഐറ്റത്തിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വരാം. ഓക്കെ, സോ ഫസ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് പോർട്ട്ഫോളിയോ ബീറ്റ ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. ക്ലിയർ. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പോർട്ട്ഫോളിയോ ബീറ്റ അല്ലേ?
അത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടല്ലേ. BP, beta of portfolio equal to summation of WI into B, അല്ലേ, ബീറ്റ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. പ്രൊപ്പോർഷനും ബീറ്റയും കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സമ്മേഷൻ എടുക്കുക. സോ ദെർഫോർ വി വിൽ ഗെറ്റ് ദി ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ. അങ്ങനെ വരികയാണെങ്കിൽ 5 സെക്യൂരിറ്റീസ് ആണുള്ളത്. ക്ലിയർ? ഇതിന് ഏതിനൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? ബീറ്റ ഇൻഡിവിജ്വൽ തന്നിട്ടുണ്ട്, അതുപോലെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ? സോ ദിസ് 1.6 into 0.1. Okay. So 1.6 into 0.1 ഇപ്പോൾ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതുപോലെ ഇതിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ? അങ്ങനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് നമ്മൾ എടുക്കുക, അതിൻ്റെ സമ്മേഷൻ എടുക്കുക. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ബീറ്റ ഓഫ് ദ പോർട്ട്ഫോളിയോ. ക്ലിയർ? ഇപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ 0.1 into 1.6, then 0.3 W, clear, into 0.94, then 0.2 into 1.4, clear, then 0.3 into 1.3, okay, then 0.1 into 0.7. ഇപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്ത് വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ എത്ര കിട്ടും? 0.16, 0.282, 0.28, 0.39, 0.07, and therefore a total will be 1.182. Clear? So this is beta of portfolio. Clear? Portfolio beta 1.182 ആണ്. Okay. ഇനി എന്ത് ചെയ്യണം? So as we have obtained portfolio beta, നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്തത് portfolio residual variance is calculated. Clear? So how we can calculate portfolio residual variance? Clear? The summation of this ആണ് അല്ലേ? The summation. Clear? കുറേ ഐറ്റം ഉള്ളതുണ്ട്. വെയിറ്റ് എടുക്കണം, ഇൻഡിവിജ്വൽ ആയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ? സ്ക്വയർ. ഓക്കെ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യുന്നു? സോ 0.1 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ക്ലിയർ? 3 is the standard deviation. Then 0.3 into, clear, 7 square, that is the standard deviation. Then 0.2 square into, clear, 5 square. Then 0.3 into, okay, 0.3 square into 9 square. ഇങ്ങനെ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യുന്നു? റിലവൻ്റ് ആയിട്ടുള്ള ക്ലിയർ പ്രൊപ്പോർഷൻ എടുക്കുന്നു, അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുക. ഓക്കെ. ഇപ്പം അതനുസരിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 12.95. 12.95. So this 12.95 is the residual risk. Clear? Our residual പാർട്ടും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലിയർ? നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ വാട്ട് ഈസ് എ ഫോർമുല? സോ ഫോർമുല പോർട്ട്ഫോളിയോ വേരിയൻസ്, ക്ലിയർ, ഈസ് ഈക്വൽ ടു BP സ്ക്വയർ ഇൻറ്റു സിഗ്മ M സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓഫ് WI സ്ക്വയർ ഇൻറ്റു സിഗ്മ EI സ്ക്വയർ. ക്ലിയർ? സോ ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ എത്ര കിട്ടിയിരിക്കുന്നത്? 1.182 ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്തു. ക്ലിയർ? ദെൻ മാർക്കറ്റ് റിട്ടേൺ അല്ലേ, സിഗ്മ എമ്മിൻ്റെ ഡീവിയേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ എമൗണ്ട് ഗിവൺ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് അല്ലേ, അത് തന്നിട്ടുണ്ട്. മാർക്കറ്റ് റിട്ടേൺ ഈസ് 15. അപ്പോൾ 15ൻ്റെ സ്ക്വയർ എടുത്തു. 15 സ്ക്വയർ പ്ലസ്, ക്ലിയർ, ഇത്രയും പോർഷൻ അല്ലേ, റെസിഡ്യുവൽ റിസ്കിൻ്റെ വരാവുന്ന പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ്സ് വാല്യൂ ഈസ് 12.95. ക്ലിയർ? ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ എത്ര കിട്ടും? സോ 314.35 പ്ലസ് 12.95. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 327.3. Clear? So 327.3 is the variance of portfolio. In order to get standard deviation of portfolio sigma p, clear, we can take the square root of this 327.3. Clear? അപ്പോൾ 327.3ൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ the square root of 327.3 will give you a value of 18.09. Clear? So this 18.09 or 18 will be the standard deviation of portfolio risk. Clear? So this is how portfolio risk is calculated under single index model. So that is given. Clear? 327. Clear? That is equal to 18 നമുക്ക് കിട്ടിയാണ്. ക്ലിയർ? ഈ രീതിയിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പോർട്ട്ഫോളിയോ റിസ്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
So there is another question called question a portfolio consists of 4 securities with the following features A, B and C, D. Clear? These are all the securities and weight is 40%, 20%, 10% and 30%. So total 100%. Clear? Then alpha value is given and beta value is given and residual variance is also given. Clear? So all values, clear, relating to the calculation of return, clear, portfolio return has been given, clear, in the question itself. Clear? Weight is given, alpha is given, beta is given, residual variance is given. Clear? Then calculate the return and risk of the portfolio under single index model. If the return on market is 18% and standard deviation of the return of market index is 12%. Clear? So market return 18% ആ മാർക്കറ്റ് റിട്ടേണിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12%. ക്ലിയർ? അങ്ങനെ അസ്യൂം ചെയ്തിട്ട് മുകളിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? പോർട്ട്ഫോളിയോ റിട്ടേണും പോർട്ട്ഫോളിയോ റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലെറ്റ് us attempt the calculation of portfolio return first of. Clear? So we can see so how portfolio return can be calculated. So total portfolio return can be calculated as, clear, RP, that is return of portfolio, equal to alpha I plus beta I into RM. Clear? So alpha എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ RM തന്നിട്ടുണ്ട്. ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഐ ആണ് തന്നിരിക്കുന്നത്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി അല്ല, അവിടെ എന്താ വേണ്ടത്? ആൽഫ പി ആണ് വേണ്ടത്. ക്ലിയർ? സോ ആൽഫ പി പ്ലസ് ബീറ്റ പി ഇൻറ്റു RM. ക്ലിയർ? ഫോർമുല ചെറുതായിട്ട് മാറ്റം വരുത്തുകയാണ്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പി, പോർട്ട്ഫോളിയോ ആൽഫ നമുക്ക് വേണം. ക്ലിയർ? അപ്പോൾ എല്ലാത്തിൻ്റെ സമ്മേഷൻ, പ്രൊപ്പോർഷനും സമ്മേഷനും എടുത്തു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. പ്ലസ് ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ ആണ് വേണ്ടത്. അതും നമുക്കറിയാം അല്ലേ? വെയിറ്റ് ഇൻറ്റു ബീറ്റ നമ്മൾ ചെയ്തതിൻ്റെ സമ്മേഷൻ എടുക്കണം. ദെൻ ഇൻറ്റു RM. ക്ലിയർ? ഈ രീതിയിൽ വേണം അത് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ആൽഫ ഓഫ് പോർട്ട്ഫോളിയോ അല്ലേ, ആൽഫയും ബീറ്റയും ഒക്കെ പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽ ആൽഫയും ഇൻഡിവിജ്വൽ ബീറ്റയാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പോർട്ട്ഫോളിയോ ആൽഫയും പോർട്ട്ഫോളിയോ ബീറ്റ ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലെറ്റ് us calculate portfolio alpha. Okay, alpha p. So how we can calculate alpha p? So alpha p equal to summation of wi into alpha I. ക്ലിയർ? ഓരോന്നിൻ്റെ വാല്യൂ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 4 സെക്യൂരിറ്റി ആണ് ഉള്ളത്. ക്ലിയർ? W stands for proportion, alpha stands for alpha. Clear? So first security proportion is, clear, 40%, that is 0.4. Alpha value is 1, so 0.4 into 1 plus, clear, 3 in bracket. Then second security proportion is 0.2 into, clear, its alpha value is 0.2 again. No, just check it, 2 on. So here alpha value is 2. Okay, but 0.2 എന്നാണ് നിങ്ങൾ ടെക്സ്റ്റ് ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവുക, അത് 2 ആക്കുക. ക്ലിയർ? സോ 0.2 into 2. Then next is 0.1 is a proportion and 8. ഇവിടെയും 0.8 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 8 എന്നാണ് ആൽഫ വാല്യൂ വരുന്നത് അല്ലേ? സോ സോറി, ഇറ്റ് ഈസ് 0.8. അത് 0.8 തന്നെയാണ്. സോ 0.8. ക്ലിയർ? ദിസ് ഈസ് കറക്റ്റ്. ദെൻ 0.3 into 1.6, this is also correct. ക്ലിയർ? ഇനി നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എത്രയാണ്? 1.36. ക്ലിയർ? അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോ ആൽഫ വാല്യൂ ആയിട്ട് കിട്ടുന്നത് 1.36 ആണ്. So you might have got a calculated value of 1.36 as the portfolio alpha. Clear? So it is 1.36. So next we can calculate the portfolio beta. So how we can calculate portfolio beta? So the formula is summation of Wi into beta I, individual beta, അതിനെ അതിൻ്റെ ഇൻഡിവിജ്വൽ പ്രൊപ്പോർഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാത്തിനെയും സമ്മേഷൻ എടുക്കുക. ക്ലിയർ? എല്ലാത്തിനെയും കൂടെ ചേർത്ത് സമ്മേഷൻ എടുക്കുക. സോ ഇവിടെയും പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട് അല്ലേ? സോ 0.4 ഈസ് എ പ്രൊപ്പോർഷൻ. ക്ലിയർ? 1.2 ഈസ് ദ ബീറ്റ ആൻഡ് 0.2 ഈസ് ദ നെക്സ്റ്റ് പ്രൊപ്പോർഷൻ. ക്ലിയർ? 0.8
that is 0.8 is the beta, then 0.1 into 1.6 and 0.3 into 1.3. clear ഇതെല്ലാം beta values ഇവിടെ തന്നിട്ടുണ്ട് ഈ beta value അനുസരിച്ച് നമ്മൾ അവിടെ substitute ചെയ്തു. clear then so we will get a portfolio beta of 1.19. clear so this is 1.19, this is portfolio beta. okay, beta of the portfolio. then ഇനി അടുത്ത് എന്ത് ചെയ്യണം, മാർക്കറ്റ് റിട്ടേൺ ഓൾറെഡി തന്നിട്ടുണ്ട്. ക്ലിയർ അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. സോ വാട്ട് ഈസ് എ ഫോർമുല, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ആർ പി ഈക്വൽ ടു ആൽഫ പി പ്ലസ് ബീറ്റ പി ഇൻറ്റു ആർ എം. ക്ലിയർ അപ്പോൾ ഫോർമുല അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യുക. ഇവിടെ ഐ എന്ന് കൊടുത്തിരിക്കുന്നു, ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ് ആസ് പി. ക്ലിയർ ഓക്കെ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1.36 is the alpha value, 1.19 is the portfolio beta and 18% is the return, market return. clear so എല്ലാം കൂടെ ഇത് രണ്ടും കൂടെ ആദ്യം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും, സോ വി വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 22.78%. ക്ലിയർ 22.78. സോ ദിസ് ഈസ് ദി പോർട്ട്ഫോളിയോ റിട്ടേൺ. The portfolio return from 4 securities will be 22.78. clear 22.78 ആണ് ആ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ, പോർട്ട്ഫോളിയോ റിട്ടേൺ. okay so next we can see about how to calculate portfolio risk. clear അപ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് അറിയാം അല്ലേ, ഇപ്പോൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഈക്വൽ ടു beta of portfolio square into sigma m square, that is market deviation. clear standard deviation of market return square. clear that is variance എന്നാണ് ഇതിനെ പറയുക. clear so this is beta, variance of beta അല്ലെങ്കിൽ ബീറ്റയുടെ സ്ക്വയർ ഇൻറ്റു clear variance of the market return പ്ലസ് ഇത് അല്ലേ, ഇത് സിസ്റ്റമാറ്റിക് ആണ്, ഇത് അൺസിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന പോർഷൻ, റെസിഡ്യുവൽ ആയിട്ട് വരുന്ന പോർഷൻ, ദാറ്റ് ഈസ് WI ഇൻറ്റു സിഗ്മ EI സ്ക്വയർ. ക്ലിയർ അപ്പോൾ ഇത് തന്നെ നമ്മൾ രണ്ടാമത് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, ആദ്യത്തെ കേസ് നോക്കുക. ക്ലിയർ സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി പോർട്ട്ഫോളിയോ റെസിഡ്യുവൽ വേരിയൻസ്. ഓക്കെ, ഇവിടെ ആദ്യം റെസിഡ്യുവൽ വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെസിഡ്യുവൽ വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ വേരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്. സോ ദീസ് ആർ ഓൾ ദി വേരിയൻസ് ഓഫ് റെസിഡ്യുവൽ വേരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി 320, 450, 270, 180. ക്ലിയർ സോ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ഓക്കെ പോർട്ട്ഫോളിയോ റെസിഡ്യുവൽ വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് എന്ത് ചെയ്യേണ്ടി വരും, പ്രപ്പോർഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, WI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ഇപ്പോൾ വേരിയൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്, EI സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമല്ല തന്നിരിക്കുന്നത്, പിന്നെന്താണ് EI സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ മാത്രം എടുത്താൽ മതി, ദെൻ WI കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ സ്ക്വയർ ഒക്കെ എടുത്തു. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. ക്ലിയർ ഹിയർ വേരിയൻസ് ഈസ് ഗിവൺ ആൻഡ് therefore clear we need to just multiply it with the weights. okay so weight ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക. okay so what are the values, so 0.4 clear 0.4 square is the proportion weight into and the variance 320, 0.2 square and the variance 450. clear then 0.1 square clear that is proportion into 270 and the variance അതുപോലെ 0.3 square into 180 and the variance. clear then reduce here, reduce ചെയ്യുമ്പോൾ എത്ര കിട്ടും, 51.2 plus 18 plus 2.7 plus 16.2, that it will give you 88.1. so this is the residual risk. clear in respect of the portfolio അല്ലേ, EI clear സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന. ക്ലിയർ ദാറ്റ് ഈസ് സിഗ്മ EI സ്ക്വയർ. ഓക്കെ then portfolio beta of portfolio, that is തന്നിരിക്കുന്നത് എന്താ തന്നിരിക്കുന്നത്, നമുക്ക് ബീറ്റ ഇൻഡിവിജ്വൽ ആണോ തന്നിരിക്കണ നോക്കാം അല്ലേ.
So we are given with individual weights, individual alpha and individual beta. Clear? But we already individual calculate ചെയ്യാൻ വേണ്ടി portfolio beta ഒക്കെ calculate ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? Beta of portfolio is 1.19 has been calculated. Alpha value has been calculated അല്ലേ? അപ്പോൾ ഇനി വീണ്ടും എന്ത് ചെയ്യേണ്ട? ബി പി കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ക്ലിയർ? സോ ജസ്റ്റ് നമുക്ക് പോർട്ട്ഫോളിയോ വേരിയൻസിലേക്ക് തന്നെ വരാം. സോ പോർട്ട്ഫോളിയോ വേരിയൻസ് ഈസ് ഈക്വൽ ടു സിഗ്മ പി സ്ക്വയർ ഈക്വൽ ടു ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ സ്ക്വയർ ഇൻറ്റു സിഗ്മ എം സ്ക്വയർ പ്ലസ്, ക്ലിയർ, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ഡബ്ല്യു ഐ സ്ക്വയർ ഇൻറ്റു സിഗ്മ ഇ ഐ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ സിഗ്മ ഇ ഐ സ്ക്വയർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു, ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മാത്രം മതി? സോ ജസ്റ്റ് അപ്ലൈ ചെയ്യാം, ഫോർമുല അപ്ലൈ ചെയ്യാം. ക്ലിയർ? സോ വാട്ട് ഈസ് ബീറ്റ? 1.19. ഓക്കെ, സോ 1.19 is the beta of portfolio and square ചെയ്തു. Clear? Then 13. Clear? So 13 is the market return. Clear? Market standard deviation of market is given as 13. Clear? അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്തു. Clear? 88.1 is the value. Okay, of residual variance. Residual risk ആണ് തന്നിരിക്കുന്നത്. Okay, ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 239.32 plus 88.1. So that will give you a variance of 327.42. Clear? And 327.42 means, clear, if you calculate it in terms of standard deviation, then standard deviation will be, clear, root of 327.42, that is equal to 18.09. Okay, so 18 is the standard deviation of portfolio. Clear? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഈസ് 12. നമ്മൾ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന 12 ആണ്, ഇവിടെ 13 വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 12 വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലം വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? 1.19 സ്ക്വയർ ഇൻറ്റു 12 സ്ക്വയർ വരും. ക്ലിയർ? ഇത് ശരി തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമുക്ക് ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തേണ്ടി വരും. ക്ലിയർ? So 1 into 1.19 square will give you 1.4161. Clear? And 12 into 12 will give you 144. Clear? So രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വാല്യൂ എത്രയാണ് കിട്ടുക? 203.9184. Clear? Plus 88.1. That is equal to portfolio variance will be 292.0184. Clear? 292. Okay, and root എടുക്കുകയാണെങ്കിൽ എത്ര വരും? 17.088. ചെറിയ വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ശരിക്കുള്ള വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ ഈസ് കാൽക്കുലേറ്റഡ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഓരോന്ന് എടുത്തിട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ.